ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഇന്ന് മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാരണം പണ്ഡിതന്മാര് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു ഹദീസ്, അത് വജറ അലാ അൽസിനത്തിൻ നാസി അഹാദീസുൻ അൻ റജബ്. റജബുമായി ബന്ധപ്പെട്ട്, റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്, റജബ് മാസവുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ ജനങ്ങളുടെ നാവിൻ തുമ്പിലുണ്ട്. യുറദ്ദിദുഹ, അത് അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും, എല്ലാ ദിവസവും. ദൂന മഅരിഫത്തി സിഹ്ഹതിഹ, അതിന്റെ സിഹ്ഹത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ബാത്തിൽ പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട്, ഹക്ക് പ്രചരിപ്പിക്കാൻ ഒരു കാലത്തും ആളുകൾ ഉണ്ടാവില്ല. എവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ അത് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് ആരും പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സംഘടനയും അതിന് മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമില്ല, ഒരു പള്ളിയും മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമില്ല. ആരും മുന്നിട്ടിറങ്ങാതെ ഹറാമുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ബിദ്അത്ത് ഏതെങ്കിലും ഒരു കാട്ടുമൂലയിൽ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു പുരോഹിതൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരോരും അറിയാത്ത ഏതോ ഒരു കൊടുങ്കാടിന് നടുക്ക് ഒരു ബിദ്അത്ത് ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിദ്അത്തിനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആളുകൾ റെഡിയാണ്. അതെങ്ങനെ പ്രചരിക്കുന്നു എന്നത് അത്ഭുതമാണ്. സുന്നത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ, നാനാഭാഗങ്ങളിൽ നിമിഷ നേരം കൊണ്ട് എത്തപ്പെടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റജബുമായി ബന്ധപ്പെട്ട ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കണം. ആ വാക്ക് മുതനാസില തഹ്ദീറു സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു തഹ്ദീറാണ്. എന്താണത്? മയ്യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ ഫൽയതബവ്വഅ മഖ്അദഹു മിനൻ നാർ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് ദീനാണ്. ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നേരായ വഴിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മാത്രമല്ല, ചലനങ്ങൾ പോലും അങ്ങനെയാണ്. അപ്പോൾ അത് അല്ലാത്ത, പ്രവാചകൻ പറയാത്ത ഒരു കാര്യം അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ, സമൂഹത്തിൽ പറഞ്ഞാൽ ജനകോടികൾ അത് ഏറ്റെടുക്കുകയും പ്രവാചകൻ പറയാത്ത കാരണത്താൽ അത് നരകത്തിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വഖാല അയ്ദൻ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ, ഒരാൾ എന്നെ കുറിച്ച് ഒരു ഹദീസ് പറഞ്ഞു, യുറാ അന്നഹു കദിബുൻ, അത് കളവാണെന്ന് എനിക്കറിയാം, ഫഹുവ അഹദുൽ കാദിബീൻ, അവൻ കള്ളന്മാരിൽപ്പെട്ട ഒരാളാണ് അവൻ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഇന്ന് രാവിലെ ഒരു സഹോദരൻ ഒരു വലിയൊരു ഇമേജ് എനിക്ക് അയച്ചു തന്നു. അത് റജബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ചില പുരോഹിതന്മാര്, ചില മുസ്ലിയാക്കന്മാര് സുന്നത്ത് പഠിപ്പിക്കാത്ത, തൗഹീദ് പഠിപ്പിക്കാത്ത, ഖുർആൻ പഠിപ്പിക്കാത്ത
ദീന് പഠിപ്പിക്കാത്ത, നിസ്കാരം പഠിപ്പിക്കാത്ത, സ്വപ്നം നിൽക്കണം എന്ന് പോലും പഠിപ്പിക്കാത്ത മുസ്ലിയാക്കന്മാർ എന്തെങ്കിലും കാര്യം പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്. കാരണം സുന്നത്ത് ഇവർ പഠിപ്പിക്കൂല, ഹഖ് ഇവർ പഠിപ്പിക്കൂല. മനസ്സിലാക്കണം. എന്ന് അയച്ചു തന്ന അതിൽ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്, ആ ഇമേജിന്റെ ഫസ്റ്റ് കാണുന്നത് റജബിന്റെ ആദ്യ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. കളവ് 1. ഇത് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല സൂറത്തുൽ മുൽക്ക് റജബിന്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുൽക്ക് ഏത് ദിവസവും പാരായണം ചെയ്യാം. റജബിന്റെ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ അല്ലെ മറ്റേതെങ്കിലും മാസത്തിന്റെ ആദ്യത്തെ ദിവസമോ ആദ്യ പകുതിയിലോ അവസാനത്തോ എപ്പോ വേണമെങ്കിലും സൂറത്തുൽ മുൽക്കോ സൂറത്തുൽ ഖലമോ സൂറത്തുൽ ഹാഖയോ ഏത് സൂറത്തും പാരായണം ചെയ്യാം. പക്ഷേ സൂറത്തുൽ മുൽക്ക് റജബിന്റെ ആദ്യത്തെ ദിവസം പാരായണം ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന നിയത്തോടു കൂടി ഒരാൾ പാരായണം ചെയ്താൽ അത് ദീനാണ്. അത് പറയേണ്ടത് ആരാണ്? അല്ലാഹു അയച്ച റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് സാധാരണക്കാരായ ആളുകളുടെ സൂറത്തുൽ മുൽക്കല്ലേ, ദിക്റല്ലേ, ഖുർആനല്ലേ, നോമ്പല്ലേ, കുഴപ്പമില്ലാതെ കുഴപ്പമുണ്ട്. 1, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. 2, റജബിലെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ പാരായണം ചെയ്യണം എന്നാണ്. ഇതും അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത കാര്യമാണ്. റജബിലെ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിനാണ് വിഷയം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിലല്ല. സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യന് എത്ര പാരായണം ചെയ്യാൻ സാധിക്കുമോ അത്രയും പാരായണം ചെയ്യണം. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റജബിന്റെ എല്ലാ ദിവസവും ഇത് പ്രത്യേകമായി ചെയ്യണം എന്ന് നബി പഠിപ്പിച്ചോ? ഇല്ല. നബി പഠിപ്പിക്കാത്ത കാര്യം പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്ക് ജനങ്ങളോട് പറയാനോ പഠിപ്പിക്കാനോ പാടില്ല. 3, റജബിൽ ഈ ദുആ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ദുആ. എന്താണ് ആ ദുആ? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന ദുആ റജബിൽ അധികരിപ്പിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവോ റസൂലോ അത് പഠിപ്പിച്ചിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. വീണ്ടും അതിൽ കാണാം റജബ് ആദ്യത്തെ 10 ദിവസവും 100 പ്രാവശ്യം ചെല്ലുക. റജബ് ആദ്യത്തെ 10 ദിവസവും 100 പ്രാവശ്യം ചെല്ലുക. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം നല്ല ദിക്റാണ്. പക്ഷെ റജബിന്റെ ആദ്യത്തെ 10 അത് ചെല്ലണം എന്ന് ആര് പറഞ്ഞു? ആർക്കത് പറയാനുള്ള അവകാശം? ആർക്കാണത് പറയാനുള്ള അവകാശം? അല്ലാഹുവിന്റെ റസൂലിനാണോ പറയാനുള്ള അവകാശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ 10 100 പ്രാവശ്യം ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് നല്ല ദിക്റാണ്. എത്രയും ചെല്ലാൻ പറ്റും അത്രയും ചെല്ലാവുന്ന കാര്യം. പക്ഷേ റജബിന്റെ രണ്ടാമത്തെ 10 പ്രത്യേകമായി ഇത് ചെല്ലിയാൽ പ്രത്യേകമായ എന്തോ ഉണ്ട്, എന്തോ പുണ്യമുണ്ട് എന്ന് ആര് പറയണം? റസൂല് പറയണം. റസൂല് പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. 3-ാമത്തെ 10 ചൊല്ലേണ്ടത് 100 പ്രാവശ്യം റജബിന്റെ 3-ാമത്തെ 10 ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹിർ റഊഫ് നല്ല ദിക്റാൻ, എപ്പോഴും ചൊല്ലാവുന്നതാണ്. പക്ഷേ റജബിന്റെ 3-ാമത്തെ 10 ഇത് പ്രത്യേകമായി ചൊല്ലണം എന്നാര് പഠിപ്പിക്കണം? അല്ലാഹുവോ റസൂലോ പ്രത്യേകമായി പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി റജബിൽ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 70 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നരകം ഹറാമാകും എന്ന് പറഞ്ഞിട്ടൊരു ദിക്ർ. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. എന്താണ്? റജബിൽ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 70 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നരകം അവന് ഹറാമാകും. ഇത് കേട്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് എന്ത് വേണം? നരകം ഹറാമാകണം. എന്നാൽ ഹറാമാകും. അത് ആര് പഠിപ്പിക്കണം? അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കണം. അവര് പഠിപ്പിച്ചിട്ടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, റജബുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വ്യാപരിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, ചില വ്യാജമായ ചില ഹദീസുകൾ. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ, സുന്നത്ത് എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ, സുന്നത്ത് അല്ലാത്തതെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും വേണം.
ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവൻ ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദഈഫായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില ഹദീസുകളും അതിൽ ഒന്ന് കാന ഇദാ ദഖല റജബ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പള്ളികളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും 5 നേരവും അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, വബല്ലിഗ്നാ റമളാൻ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്ന ആ പ്രാർത്ഥന കാണാവുന്നതാണ്. എന്താ റജബിലും ശഅബാനിലും മാത്രം മതിയോ ബറക്കത്ത്? വേറെ മാസങ്ങളിൽ ബറക്കത്ത് ആവശ്യമില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഫർ എന്നെത്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശവ്വാൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റബീഉൽ അവ്വൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുഹറം എന്തുകൊണ്ട് ദുആ ചെയ്യാതെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് മാത്രം എന്തുകൊണ്ട് ദുആ ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകം അവകാശം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എന്നാൽ ഈ ഹദീസ് അങ്ങനെ റിവായത്ത് ഉണ്ട്. പക്ഷേ ഹദീസ് റവാഹു ബസ്സാർ വ തബറാനി ഫിൽ ഔസത് വൽ ബൈഹഖി في فضائل الأوقات عن أنس رضي الله عنه وقد ضعفه حافظ ابن حجر الأسقلاني في تبيين العجب إن كتاب تبيين العجب إن كتاب ابن حجر الأسقلاني رحمه الله ഈ ഹദീസ് ളഈഫാണ് എന്ന് തെളിവ് സഹിതം അദ്ദേഹം പറയുന്നു. ഇത് പറയാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല. ഇത് ളഈഫാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് അമൽ ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. ഒന്ന്, ആ ഹദീസിനെ പറ്റി വീണ്ടും കാണാം. അനസ് ബി അഹാദീസ് മർഫൂഅത്തിൻ മുൻകറത്തായിട്ടുള്ളതാണ് ആ ഹദീസ്. ഫലാ യുദ്രി മിൻഹു, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റാവിയെ സംബന്ധിച്ച് അറിയുകയില്ല. വഖാല ഫീഹി ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റാവിയെ സംബന്ധിച്ച് പറഞ്ഞു മുൻകറുൽ ഹദീസ്, മുൻകറുൽ ഹദീസ് ആണ്, അദ്ദേഹം സ്വീകരിക്കപ്പെടുകയില്ല. വഖാല നസായി ഫീ സുനനി ലാ അദ്രി മൻ ഹുവ, ഇമാം നസായി പറഞ്ഞു അദ്ദേഹത്തിന്റെ സുനനിൽ ലാ അദ്രി മൻ ഹുവ, അത് ആരാണെന്ന് എനിക്കറിയില്ല. വഖാല ഇബ്നു ഹിബ്ബാൻ ലാ യുഹ്തജു ബിഖബരി, അദ്ദേഹത്തിന്റെ റിവായത്തുകൾ കൊണ്ട് തെളിവെടുക്കാൻ പാടില്ല എന്ന് ഇബ്നു ഹിബ്ബാനും അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു കൊടുത്തത് ഈ ഹദീസിനെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത് ഇത് അമൽ ചെയ്യാൻ പാടില്ല. ഇത്തരം എന്തുകൊണ്ട് ഈ സമൂഹം, ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അത് ളഈഫായ കാര്യങ്ങൾ, മൗദൂആയ കാര്യങ്ങൾ, ബിദ്അത്തായ കാര്യങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു? ഒരു സുന്നത്ത് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുകയില്ല. നമസ്കരിക്കേണ്ടത് ജനങ്ങളെ പഠിപ്പിക്കുകയില്ല. തൗഹീദ് പഠിപ്പിക്കുകയില്ല. അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന തൗഹീദ് വരെ പഠിപ്പിക്കുകയില്ല. സൂറത്തുൽ ഫാത്തിഹ അത് തെറ്റില്ലാതെ എങ്ങനെ പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നവരെ പഠിപ്പിക്കുകയില്ല. ജുമുഅ ദിവസത്തിൽ രാവിലെ സുബ്ഹി നമസ്കാരത്തിൽ ഏത് സൂറത്തുകളാണ് ഓതുന്നത് സുന്നത്തുള്ളത് ഇവരെ പഠിപ്പിക്കുകയില്ല. സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഇവര് പഠിപ്പിക്കുകയില്ല. ഇവര് പ്രാധാന്യത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അത് ഒന്നുകിൽ ശിർക്കാണ്, അല്ലെങ്കിൽ ഖുറാഫാത്താണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, അല്ലെങ്കിൽ ളഈഫാണ്, അല്ലെങ്കിൽ മൗദൂആണ്. ഇതല്ലാത്തതൊന്നും ഇവർ പഠിപ്പിക്കില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ. രണ്ടാമത്തെ ഹദീസ്, റജബ് എന്ന് പറയുന്നത് ഷഹ്റുല്ലാഹ്, റജബ് ഷഹ്റുല്ലാഹ്, റജബ് ഷഹ്റുല്ലാഹ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ഷഹ്രി, ശഅബാൻ എന്നുള്ളത് എന്റെ മാസമാണ്. വറമളാൻ ഷഹ്റു ഉമ്മത്തി, റമളാൻ അതെന്റെ ഉമ്മത്തിന്റെ മാസമാണ്. വഹാദാ ഹദീസുൻ ബാതിൽ മൗദൂഅ, ഈ ഹദീസ് മൗദൂആയതാണ്, കെട്ടിച്ചമച്ചതാണ്, ബാതിലാണ്. വഖാല ഫീഹി അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞു വൽ കസാഇ മദ്കൂർ ഫി സനദി ലാ യുദ്രി മൻ ഹുവ, ഇതിനകത്തുള്ള കസാഇ എന്ന് പറയുന്ന ആൾ അത് ആരാണെന്ന് പോലും ആർക്കറിയൂല. വ അബൂബക്കർ അൻ-നുഖാശ് എന്ന് പറയുന്ന ആൾ വഈഫുൻ മത്റൂബുൽ ഹദീസ്, അദ്ദേഹം വഈഫാണ്, ദുർബലനാണ്. അദ്ദേഹത്തിന്റെ ഹദീസുകൾ ജനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, പണ്ഡിതന്മാർ സ്വീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാം ഖാലഹു ദഹബി ഫിൽ മീസാൻ, ഇമാം ദഹബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മീസാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഏതെങ്കിലും മുജാഹിദ് മൗലവിമാർ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇതൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹദീസുകൾ പഠിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, സുന്നത്തിന്റെ പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പുരോഹിതന്മാർ നരകത്തിലേക്കുള്ളതായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് പറയുന്നത് ശരിയല്ല.
അതൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാര് ദഈഫാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, മുജാഹിദുകൾ പറയുന്നത്, ഈ പ്രസ്ഥാനം പറയുന്നത്. നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. മൂന്നാമത്തെ ഹദീസ്, ഫളു റജബ് അലാ സാഇരി ശുഹൂർ കഫളൽ ഖുർആൻ അലാ സാഇരിൽ അദ്കാർ. റജബ് മാസത്തിന്റെ ഫള് മറ്റെല്ലാ മാസങ്ങളെ അപേക്ഷിച്ച് റജബ് മാസത്തിന്റെ ഫള് എന്താണ്? കഫളൽ ഖുർആനിന്റെ ഫള് പോലെയാണ്. അലാ സാഇരിൽ അദ്കാർ, മറ്റെല്ലാ ദിക്റിനേക്കാളും ഖുർആനിലുള്ള ഫള് പോലെയാണ്. മറ്റെല്ലാ ദിക്റുകളെക്കാളും ഖുർആനിനാണ് ശ്രേഷ്ഠത. അതുപോലെയാണ് മറ്റെല്ലാ മാസങ്ങളെക്കാളും റജബ് മാസം എന്ന് പറയുന്നു. വഫളു ശഅബാൻ അലാ സാഇരി ശുഹൂർ, ശുഹൂർ മറ്റെല്ലാ മാസങ്ങളെ അപേക്ഷിച്ച് ശഅബാനിന്റെ ഫള് കഫളി മുഹമ്മദിൻ അലാ സാഇരിൽ അംബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു നബിമാരെക്കാൾ എന്ത് ഫളലുണ്ടോ അതേപോലെയാണ് ശഅബാൻ. വഫളു റമളാൻ അലാ സാഇരി ശുഹൂർ, റമളാൻ മറ്റു മാസങ്ങളെക്കാൾ കഫളില്ലാഹി അലാ ഇബാദി, അല്ലാഹുവിന്റെ തന്റെ സൃഷ്ടികളെക്കാൾ ഫളലുള്ളത് പോലെയാണ് റമളാനിന്റെ ഫളല്. ഹദീസ് ദഈഫായ ഹദീസാണ്, പറയാൻ പാടില്ല. ജനങ്ങൾക്ക് അതിന്റെ നുറുഫ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. നാലാമത്തെ ഹദീസ്, ലാ തഗ്ഫുലു അൻ അവ്വലി ജുമുഅ മിൻ റജബ്, റജബ് മാസത്തിലെ ഒന്നാമത്തെ ജുമുഅയെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാകരുത്. അത് റജബ് മാസത്തിലെ ഒന്നാമത്തെ ജുമുഅയെ തൊട്ട് മാത്രമല്ല, ഒരു മാസത്തിലെ ഒരു ജുമുഅയെ തൊട്ടും ജനങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. ഫഇന്നഹാ, എന്നീ ഹദീസിന്റെ ബാക്കി പറയുന്നു, ഫഇന്നഹാ ലൈലത്തുൻ തുസമ്മിഹൽ മലായിക അർറഗായിബ്, മലക്കുകളാണ് ആ രാവിൽ പേരിട്ടത്. അർറഗായിബ് എന്ന് മലക്കുകൾ പേരിട്ടതാണ്. വദക്കറൽ ഹദീസുൽ മക്ദൂബ്, ഈ ഹദീസ് മക്ദൂബായ കെട്ടിച്ചമക്കപ്പെട്ട കള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. 4, 5. അഞ്ചാമത്തേത് നമുക്ക് കാണാം, മൻ സ്വല്ല ബഅദൽ മഗ്രിബ്, റജബിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവ്വലി ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ഒന്നാമത്തെ രാവിൽ ഉള്ള മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരാൾ 20 റക്അത്ത് ഒരാൾ നമസ്കരിച്ചു, എന്നിട്ട് ജാസ അലാ സുറാത്തി ബിലാ നജാസ, എങ്കിൽ അയാൾ സുറാത്തിൽ ഒരു തടസ്സവുമില്ലാതെ സുറാത്ത് പാലം കടന്നു പോകും എന്ന് ബാത്തിലായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. റസൂലിന്റെ പേര് പറയാൻ പാടില്ലാത്ത കാര്യമാണത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. 5, 6ാമത്തെ ഹദീസ്, മൻ സ്വമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ വസല്ല റകഅതൈൻ യഖറഉ ഫീ കുല്ലി റകഅത്തിൻ 100 മറത്തൻ ആയത്തുൽ കുർസി, അതിലെ ഓരോ റകഅത്തിലും ആയത്തുൽ കുർസി 100 പ്രാവശ്യം പാരായണം ചെയ്തു. വഫി സാനിയ, രണ്ടാമത്തെ റകഅത്തിൽ 100 മറത്തൻ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു 100 പ്രാവശ്യം. എങ്കിൽ ലം യമുത്, അയാൾ മരിക്കൂല. ഹത്താ യുറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാളുടെ സ്ഥാനം എന്താണ് എന്ന് കാണാതെ അയാൾ മരിക്കൂല. എന്ത് നല്ല ആശയങ്ങളാണ്. പക്ഷേ ബാത്തിൽ മൗദൂആയ ദഈഫായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പറയാൻ പാടില്ല. ജനങ്ങളോട് അതിന്റെ ളുഅഫാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും 7ാമത്തെ ഹദീസ്, മൻ സ്വമ സലാസത അയ്യാമിൻ ശഹ്രിൽ ഹറാം, ഏതെങ്കിലും പവിത്രമായ മാസത്തിൽ നിന്ന് 4 മാസങ്ങളുണ്ടല്ലോ, പവിത്രമായ 4 മാസങ്ങളിൽ അതിൽ 3 ദിവസം ആരെങ്കിലും നോമ്പെടുത്ത് കഴിഞ്ഞാൽ, ഖമീസ് വൽ ജുമുഅ വസ്സബ്ത്, വ്യാഴം വെള്ളി ശനി 3 ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ, കതബഹുല്ലാഹു ഇബാദത്തു 90 സന, 300 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അയാളുടെ പേരിൽ എഴുതി വെക്കും. റജബിലോ ദുൽഖഅദിലോ ദുൽഹിജ്ജയിലോ മുഹറത്തിലോ ഈ 4 ഏതെങ്കിലും ഒരു മാസത്തിൽ 3 ദിവസം ഒരാൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അയാൾ 300 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കണേ. റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് കെട്ടിയുണ്ടാക്കണേ. ഉദ്ദേശം നല്ലതാണ്. പണ്ട് കെട്ടിയുണ്ടാക്കിയ വാചകങ്ങളാണ് ഇതെല്ലാം. ഉദ്ദേശം നല്ലതാണ്. എന്താ? ജനങ്ങൾ ഇബാദത്തെടുക്കട്ടെ, ജനങ്ങൾ നോമ്പെടുക്കട്ടെ, ജനങ്ങൾ ഖുർആൻ ഓതട്ടെ, ജനങ്ങൾ നിസ്കരിക്കട്ടെ, ജനങ്ങൾ ദുആ ചെയ്യട്ടെ, ജനങ്ങൾ നന്മ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പറയുകയാണ് റസൂലുള്ളാഹിന്റെ മേലിൽ. പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം റസൂലുള്ളാഹിന്റെ മേൽ കെട്ടിവെക്കാൻ പാടില്ല. പറഞ്ഞു വന്ന് ജനങ്ങളെ അറിയിക്കാൻ പാടില്ല. അത് വഞ്ചനയാണ്, മനസ്സിലാക്കണം. 7ാമത്തെ 8ാമത്തെ ഹദീസ് നമുക്ക് കാണാം. സൗമു അവ്വലി യൗമിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ഒന്നാമത്തെ നോമ്പ് കഫാറത്തു 3 സിനീൻ, 3 വർഷത്തെ പാപങ്ങൾക്കുള്ള കഫാറത്താണ്. റജബ് മാസം ഒന്നാമത്തെ ദിവസം ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ 3 കൊല്ലം അയാൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തെടുക്കും. അതിനുള്ള പ്രായശ്ചിത്തമാണ് എന്ന്. വസ്താനി, രണ്ടാമത്തെ ദിവസം കഫാറത്തു സനതൈൻ, 2 വർഷം
2 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കും രണ്ടാമത്തെ ദിവസം. സുമ്മ കുല്ല യൗമിൻ, പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങൾ യൗമു ശഹർ, ആ ദിവസങ്ങളെല്ലാം ഓരോ മാസത്തെ അവൻ ചെയ്ത പാപങ്ങളൊക്കെ പൊറുപ്പിക്കും എന്ന് ഹദീസിൽ കാണാം. ഹദീസ് ദഈഫായ ഹദീസാണ്, സ്വീകരിക്കാൻ പാടില്ലാത്ത ഹദീസാണ് 8. എന്നാൽ 9ാമത്തെ ഹദീസ് നമുക്ക് കാണാം, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ, സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്, ഒരു നദിയുണ്ട്, യുഖാലു ലഹു റജബ്, അതിന്റെ പേര് റജബ് എന്നാണ്. സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ പേര് റജബ് എന്നാണ്. അശദ്ദു ബയാദൻ മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വഅഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. മൻ സ്വാമ മിൻ റജബിൻ യൗമൻ, റജബിൽ ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ സകാഹുല്ലാഹു മിൻ ദാലിക നഹർ, ആ നഹറിൽ നിന്ന്, ആ നദിയിൽ നിന്ന് അല്ലാഹു തആല അവനെ കുടിപ്പിക്കുന്നതാണ് എന്ന് ലൈഫായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയാൻ പാടില്ലാത്ത ഹദീസാണ് 9, 10. من صلى المغرب في أول ليلة من رجب ثم صلى بعدها 20 ركعة. ഒരാൾ റജബിലെ ആദ്യത്തെ മഗ്രിബ്, മാസത്തിലെ ആദ്യത്തെ മഗ്രിബ് ഒരാൾ നമസ്കരിച്ചു, പിന്നീട് അതിനുശേഷം 20 റക്അത്ത് നമസ്കരിച്ചു. യഖ്റഅ ഫീ കുല്ലി റക്അത്തിൻ ബിഫാത്തിഹത്തിൽ കിതാബ്, എല്ലാ റക്അത്തിലും അയാൾ ഫാത്തിഹ ഓതി, വഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, മറത്തൻ ഒരു പ്രാവശ്യം, വയുസല്ലിമു ഫീഹിന്ന 10 തസ്ലീമാത്തിൻ, 20 സലാം അയാൾ വീട്ടി, 10 സലാം അയാൾ 20 റക്അത്തിലായിട്ട് വീട്ടിയെങ്കിൽ ഹഫിളഹുല്ലാഹു, അല്ലാഹു അയാളെ സംരക്ഷിക്കും. ഫീ നഫ്സിഹി വ അഹ്ലിഹി വ മാലിഹി വ മലദിഹി, അയാളുടെ ശരീരവും അയാളുടെ കുടുംബവും അയാളുടെ സമ്പത്തും അയാളുടെ മക്കളെയും അല്ലാഹു സംരക്ഷിക്കും. വ ഉജീറ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹു തആല അയാളെ രക്ഷിക്കും. വജാസ അല സിറാത്ത് കൽ ബർക, സിറാത്ത് പാലത്തിൽ മിന്നൽ പോകുന്നത് പോലെ അയാൾ പോകും. ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഒരു ഹിസാബും ഒരു അദാബും അയാൾക്ക് ഉണ്ടാവുകയില്ല. വഹുവ ഹദീസുൻ മൗളൂഅ, ഈ ഹദീസ് മൗളൂആയ ഹദീസാണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. വമിസ്ലുഹാ സ്വലാത്തുർ റഗായിബ്, ഇതുപോലെ തന്നെയാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പേരുള്ള ഒരു നമസ്കാരവും ഇതുപോലെ തന്നെയാണ് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതെല്ലാം എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലെ ഈ മുസ്ലിയാക്കന്മാർ റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ, സ്വർഗ്ഗം കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, ഖുർആനിൽ വന്ന കാര്യങ്ങൾ, സ്വഹീഹായ ആയിരക്കണക്കിന് ഹദീസുകളിൽ പറയപ്പെട്ട നന്മകൾ ഒന്നും ജനങ്ങളെ പഠിപ്പിക്കാതെ ഈ ദഈഫായ കാര്യങ്ങൾ, മൗളൂആയ കാര്യങ്ങൾ, കെട്ടിച്ചമക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വഞ്ചനകളിൽ ജനങ്ങൾ പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സ്വലാത്തുർ റഗായിബ് എന്ന നമസ്കാരത്തെ പറ്റി 12 റക്അത്തുള്ള ഒരു നമസ്കാരമാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതന്മാർ പ്രചരിപ്പിക്കുന്ന നമസ്കാരമാണ് സ്വലാത്തുർ റഗായിബ്. ആ റഗായിബിനെ പറ്റി ഇമാം നവവി റഹിമഹുല്ലാഹ്, അവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മജ്മൂഇൽ അദ്ദേഹം പറയുന്നു, ഹിയ സ്വലാത്തുൻ ബിദ്അത്തുൻ വ മുൻകറത്തുൻ ഖബീഹത്തുൻ. ഒരു നിസ്കാരത്തെ പറ്റി പറഞ്ഞത് സ്വലാത്തുൻ ബിദ്അത്തായ നിസ്കാരമാണ്, മുൻകറത്തായ വെറുക്കപ്പെട്ട നിസ്കാരമാണ്, മോശപ്പെട്ടതാണ്, ഖബീഹത്താണ്, മോശമായ നിസ്കാരമാണ് എന്ന് ഇമാം നവവി ലാ യഗ്തറു ബിദിക്രി മൻ ദക്കറഹ, അത് പറയുന്നവന്റെ വലിയൊരു പ്രാസംഗികനാണ് ഞാൻ കേട്ടത്. സുന്നികളുടെ കൂട്ടത്തിലുള്ള വലിയൊരു പ്രാസംഗികൻ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ മനുഷ്യന്മാരെ, ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയല്ലേ മനുഷ്യന്മാരെ. വഞ്ചനയിലെ അത് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ പറഞ്ഞ ഈ റജബ് മാസമായി കഴിഞ്ഞ വ്യാപകമായി വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതിന് ഇല്ലാത്ത പോലീസുകളെല്ലാം ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വഞ്ചകന്മാരായ ആളുകൾ. സത്യമായ കൃത്യമായ സ്വർഗ്ഗത്തിലെത്തുന്ന എത്രയോ അമലുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ എത്രയോ റവാത്തിബ് നമസ്കാരങ്ങൾ, എത്രയോ സുന്നത്ത് നമസ്കാരങ്ങൾ, എത്രയോ ദിക്റുകൾ, അദ്കാറുകൾ, നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട എത്രയോ ദിക്റുകൾ, സുബഹിക്ക് ശേഷം ചൊല്ലേണ്ട, അവിടെ ഇരുന്ന് ചൊല്ലേണ്ട എത്രയോ അദ്കാറുകൾ, സ്ഥിരപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന എത്രയോ അദ്കാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധമായ ഖുർആൻ 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊന്നും നമ്മൾ
നമ്മുടെ യുവാക്കളെ പഠിപ്പിക്കാനോ യുവതികളെ പഠിപ്പിക്കാനോ പാവപ്പെട്ട സ്ത്രീകളെ പഠിപ്പിക്കാനോ ഇവരുണ്ടാകാറില്ല. ഇത്തരത്തിലുള്ള ലൈഫായ മൗലൂആയ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ കഥകൾ അത് പ്രചരിപ്പിക്കാൻ ഈ ആളുകളുടെ താല്പര്യം എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നമസ്കരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ, ഇന്നലെ ഒരു സ്ത്രീ വാതിക്ക നിന്ന് അവരുടെ വീടിന്റെ വാതിക്ക അകത്ത് നെറ്റ് കിട്ടാത്തത് വാതിക്ക നിന്ന് ആമീൻ പറഞ്ഞു. ഏതിലൂടെ? വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ നടക്കുന്ന ഈ റജബുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രഭാഷണങ്ങൾ കേട്ട് റജബിന്റെ അങ്ങനെ മഹത്വം ഇങ്ങനെ മഹത്വം, നേരെ ചൊവ്വേ ഇസ്ലാമികമായ വേഷവിധാനം ധരിക്കാത്ത ആളുകൾ, നേരെ ചൊവ്വേ നമസ്കാരമില്ലാത്ത ആളുകൾ, തൗഹീദില്ലാത്ത ആളുകൾ, ഖുർആൻ അറിയാത്ത ആളുകൾ, പ്രാർത്ഥനകൾ അറിയാത്ത ആളുകൾ, റജബ് മാസം വന്നതോടുകൂടി എന്തോ റമദാനിനേക്കാൾ വലിയ പോലീശ റജബ് മാസത്തിനുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് പിശാച് ഇവിടെ തടയാനില്ല. കാരണം പിശാചിനറിയാം അത് ബാത്തിലാണ്. അവനത് ചെയ്തോട്ടെ, അത് തടയാൻ ആളുണ്ടാവൂല. കാരണം പിശാചിനറിയാം ഇത് ബാത്തിലാണ്, അത് നരകത്തിലേക്ക് എത്തപ്പെടുന്ന കാര്യമാണ് എന്ന് പിശാചിനറിയാവുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾക്ക് സമൂഹത്തിൽ വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ 12 റക്അത്ത് നമസ്കാരത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത്, ഈ സ്വലാത്തുൻ ബിദ്അത്തുൻ വമുൻകറത്തുൻ വഖബീഹത്തുൻ ലാ യഗ്തറു ബിദിക്രി മൻ ദക്കറഹ. അത് പറയുന്നവന്റെ ആ പറച്ചിൽ കേട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് വ്യാജ ഹദീസാണ്, അതേ സംബന്ധിച്ച് നിങ്ങൾ വഞ്ചിതനാവരുത്. ഇതെല്ലാം ബാത്തിലുകളാണ് എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ സുന്നത്തായ കാര്യങ്ങൾ അത് പഠിപ്പിക്കുന്നതിനോടൊപ്പം ബിദ്അത്തായ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത നമസ്കാരങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത നോമ്പുകൾ, പറയാൻ പാടില്ലാത്ത സമയങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇത്തരത്തിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ, ഉത്ബുദ്ധരാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ നമ്മുടെ സ്ത്രീകളെയും അയൽവാസികളെയും കുടുംബാദികളെയും ഇത്തരം കാര്യങ്ങളെ തൊട്ട് ജാഗരൂകരാക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ സുന്നത്തുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വസബത ഫി സ്വഹീഹൈൻ അൻ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല. എന്നാൽ സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനതു 12 ശഹറൻ. വർഷം എന്നുള്ളത് അത് 12 മാസമാണ്. മിൻഹ 4 ഹുറും. അതിൽ 4 മാസങ്ങളുണ്ട്. പവിത്രമാണ് ആ 4 മാസങ്ങൾ, പരിശുദ്ധമാണ് ആ 4 മാസങ്ങൾ. സലാസത്തുൽ മുതവാലിയാത്ത്. അതിൽ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. അതേതൊക്കെയാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വൽമുഹറം. 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. 4ാമത്തെ മാസം റജബ്, മുളർ ഗോത്രത്തിന്റെ റജബ് മാസം. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. ശഅബാനിന്റെയും ജമാദുൽ ആഖിറയുടെയും ഇടയിലുള്ള മാസം പവിത്രമായ മാസമാണ്. രണ്ടും വേർതിരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വഖാല ഹിബ്റുൽ ഉമ്മ വതർജുമാനുൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, ഫി തഫ്സീരി ഖൗലിഹി തആല ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമു ചെയ്യരുത്, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് എന്ന ഖുർആനിന്റെ അതിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, ഫീ കുല്ലിഹിന്ന സുമ്മ ഇഖ്തസ്സ മിൻ ദാലിക 4 അശ്ഹുരിൻ ഫജഅലഹുന്ന ഹറാമൻ. ഈ 4 മാസങ്ങളെ അല്ലാഹു തആല 12 മാസങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവയെ പവിത്രമാക്കി. വഅല്ലമ ഹുറുമാതിഹിന്ന. അവയുടെ ഹുറുമാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വമുള്ളതാക്കി. പ്രധാനപ്പെട്ട മാസം തന്നെയാണ് റജബ്. ദുൽഖഅദ പോലെ, ദുൽഹിജ്ജ പോലെ, മുഹറം പോലെ ഒരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. വജഅല അൽദംബ ഫീഹിന്ന അഅളം. ആ മാസങ്ങളിൽ
തെറ്റ് ചെയ്യൽ ഗുരുതരമായ തെറ്റാക്കി മാറ്റി. ഗുരുതരമാണ്. എല്ലാ മാസങ്ങളിലും തെറ്റ് ചെയ്യുന്നത് ഗുരുതരം തന്നെയാണ്. എന്നാൽ പവിത്രമായ ഒരു സ്ഥാനത്ത്, ഉദാഹരണത്തിന് മദ്യപിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. എന്നാൽ പള്ളിക്കുള്ളിലാണെങ്കിലോ പള്ളിയുടെ സമീപത്താണെങ്കിലോ അത് കൂടുതൽ ഗുരുതരമായ സംഗതിയായി മാറുന്നു. ഇതുപോലെയാണ് എല്ലാ മാസവും പവിത്രമാണ്. എന്നാൽ 4 മാസങ്ങൾ അല്ലാഹ് കൂടുതൽ പവിത്രതയുള്ളതാക്കി. അതിൽ ചെയ്യുന്ന തെറ്റ് ഗുരുതരമാണ്. മറ്റു മാസങ്ങളെ പോലെയല്ല, ഇത് ഗുരുതരമാണ്. ഇതിൽ ചെയ്യുന്ന അമൽ, സ്വാലിഹായ അമലുകൾ, അതിന്റെ പ്രതിഫലം വലുതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായ നിലക്ക് ആയത്തിനെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ഈ 4 മാസത്തിന്റെ പവിത്രത പറയുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് അതിൽ നമുക്ക് സൂക്ഷിക്കാനുള്ളത്. ഈ മാസങ്ങളിൽ, ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾ ഗുരുതരമാണ്. അത് ഗുരുതരമാണ്. അതേപോലെ തന്നെ ഈ മാസത്തിൽ സ്വാലിഹായ അമലുകൾ അത് ഇന്ന ദിവസവുമില്ല, ഇന്ന സമയവുമില്ല, ഇന്ന കാര്യവുമില്ല. ആ പറഞ്ഞ ഹദീസുകളെല്ലാമാണ് ഒന്നുകിൽ ദഈഫാണ്, അല്ലെങ്കിൽ മൗദൂആണ്, ബാത്തിലാണ് എന്ന് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത് പ്രത്യേകമായ ദിവസങ്ങൾക്കോ പ്രത്യേകമായ സമയങ്ങൾക്കോ പ്രത്യേകമായ ചില ഇബാദത്തുകൾക്കോ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ബിദ്അത്താണ്. അതൊന്നും റസൂൽ പഠിപ്പിച്ചതല്ല. എന്നാൽ പൊതുവായി ഒരു മനുഷ്യൻ ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് അവന് ഏത് ദിവസവും അവന് നോമ്പെടുക്കാം, ഏത് ദിവസവും അവൻ നമസ്കരിക്കാം, ഏത് ദിവസവും അവൻ സദഖ ചെയ്യാം, ഏത് ദിവസവും അവൻ ഖുർആൻ പാരായണം ചെയ്യാം. മറ്റ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന അമലുകളെല്ലാം പവിത്രമായ സമയങ്ങളിൽ, പവിത്രമായ ദിവസങ്ങളിൽ, പവിത്രമായ സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ അമലുകൾ ചെയ്യുന്നത് പോലെ ഈ 4 മാസം കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദീനിൽ എന്താണോ ഉള്ളത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. കൂടുതലാക്കേണ്ടതില്ല, കുറക്കേണ്ടതുമില്ല, മോശമാക്കേണ്ടതില്ല. ഉള്ള മഹത്വം ഇല്ലാന്ന് പറയേണ്ടതില്ല, ഇല്ലാത്ത മഹത്വം ഉണ്ട് എന്ന് പറയേണ്ടതുമില്ല. അള്ളാഹു എന്ത് പഠിപ്പിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചോ അത് ജനങ്ങളെ പഠിപ്പിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മാസങ്ങളിൽ, ദിവസങ്ങളിൽ, സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ അതിന്റെ പവിത്രതയും പരിശുദ്ധിയും കൂടുതലുള്ള ബറക്കത്തും ഖൈറും മാനിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാൻ, അമലുകളിലേക്ക് മുന്നിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ